ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് CSS പാഡിംഗ് ആണ്. പാഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഹായ് എന്നൊരു ടെക്സ്റ്റ് എഴുതിയെന്ന് വെച്ചോ. അപ്പം ഹായ് എന്ന് നമ്മളൊരു പാരഗ്രാഫ് സെറ്റ് ചെയ്തു. അപ്പോൾ ഹായ്ക്ക് ചുറ്റും നമുക്ക് എന്ത് ചെയ്യും, ഒരു സ്പേസ് അസൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഞാനിങ്ങനെ സ്പേസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഒരിക്കലും മാർജിൻ അല്ല വരുന്നത്, ഒരു ഫ്രീ സ്പേസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, അലൊക്കേറ്റ് ചെയ്ത് കിട്ടുന്നത്. സോ ഈ ഒരു പ്രോസസ്സിനെയാണ് പാഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഹായ് നമ്മളൊരു പാഡിംഗ് സ്പേസ് കൊടുക്കുകയാണെങ്കിൽ അത് ടോപ്പിൽ നിന്ന്, നമ്മുടെ സ്ക്രീനിൻ്റെ ടോപ്പിൽ നിന്ന് എത്ര നീങ്ങി നിൽക്കണം, ലെഫ്റ്റിൽ നിന്ന് എത്ര നീങ്ങി നിൽക്കണം, റൈറ്റിൽ നിന്ന് എത്ര നീങ്ങി നിൽക്കണം, ബോട്ടത്തിൽ നിന്ന് എത്ര നീങ്ങി നിൽക്കണം എന്നുള്ള കാര്യമാണ് ഈ പാഡിംഗ് എന്നുള്ളൊരു സ്റ്റൈലിംഗ് പ്രോപ്പർട്ടി വെച്ച് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഇറ്റ് വിൽ ഹെൽപ്പ് us ടു ജനറേറ്റ് എ സ്പേസ് അറൗണ്ട് ആൻ എലമെൻറ്റ്സ് കണ്ടൻറ്റ്. ഓക്കെ, അപ്പം നമ്മളൊരു ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ്ങിന് ചുറ്റും എത്ര ഫ്രീ സ്പേസ് വേണം, അല്ലെങ്കിൽ ഒരു ഡിഫൈൻഡ് ബോർഡറിനകത്ത് എത്ര ഫ്രീ സ്പേസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ പാഡിംഗ് നമുക്ക് ടോപ്പിൽ പാഡ് ചെയ്യാം, ബോട്ടത്തിൽ പാഡ് ചെയ്യാം, ലെഫ്റ്റിൽ പാഡ് ചെയ്യാം, റൈറ്റിൽ പാഡ് ചെയ്യാം. ഓക്കെ, പാഡിംഗ് ടോപ്പ്, പാഡിംഗ് റൈറ്റ്, പാഡിംഗ് ബോട്ടം, പാഡിംഗ് ലെഫ്റ്റ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോഡ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഒരു കണ്ടൻറ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ, ഈ ഒരു കണ്ടൻറ്റ് കണ്ടോ, ഈ ഒരു കണ്ടൻറ്റിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ക്വസ്റ്റിനകത്ത് നമുക്ക് പറയും ഇത്ര സ്പേസിങ് ആണെന്ന്. അപ്പോൾ ഇവർ ടോപ്പിൻ്റെ പാഡിംഗ് സ്പേസ് കൊടുത്തേക്കുന്നത് 50 പിക്സലാണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 50 പിക്സൽ. റൈറ്റിൽ നിന്ന് പാഡ് ചെയ്തേക്കുന്നത് ഒരു 30 പിക്സലാണ്. ബോട്ടത്തിൽ നിന്ന് പാഡ് ചെയ്തേക്കുന്നത് ഒരു 50 പിക്സലാണ്. അതേപോലെ ലെഫ്റ്റിൽ നിന്ന് പാഡ് ചെയ്തേക്കുന്നത് 80 പിക്സൽ. ഓക്കെ, അതാണ് റൈറ്റിൽ നിന്ന് പാഡ് ചെയ്തേക്കുന്നത് ഒരു 30 പിക്സൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ അലൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതിന് തൊട്ട് അതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോർഡർ കൂടെ സെറ്റ് ചെയ്യണം. ബോർഡർ ഒരു ബ്ലാക്ക് ബോർഡർ അല്ലേ, അപ്പം ബോർഡർ സൈസ് = 1 എന്നോ അല്ലെങ്കിൽ ബോർഡർ എന്ന് പറഞ്ഞിട്ട് കളർ ബ്ലാക്ക് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനൊരു ഹെഡിങ് വന്നിട്ടുണ്ട്, യൂസിങ് ഇൻഡിവിജ്വൽ പാഡിംഗ് പ്രോപ്പർട്ടീസ് എന്നൊരു നോർമൽ ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതോടെ കൊടുക്കാം. ഓക്കെ, അതിനിടയ്ക്ക് അതിന് ശേഷം ഒരു ഡിവിഷനകത്തോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനകത്തോ വേണം നമ്മൾ ഈ ഒരു ഡേറ്റ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കോഡ് പോർഷനിലേക്ക് നമുക്കൊന്ന് പോവാം. അപ്പോൾ ആദ്യം ഡോക്യുമെൻ്റ് ടൈപ്പ് HTML എഴുതി, എന്നിട്ട് ആദ്യം നമുക്ക് ബോഡി നോക്കാം. ബോഡിയാണ് നമുക്ക് എളുപ്പമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ബോഡി നോക്കുന്ന സമയത്ത് ആദ്യം എന്താണ്, ഒരു ഹെഡിങ് വന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ സൈസ് അല്ല. അപ്പോൾ നമ്മളതിന് എന്ത് ചെയ്തു, H2 നമ്മളൊരു ഹെഡിങ് സെറ്റ് ചെയ്തു, യൂസിങ് ഇൻഡിവിജ്വൽ പാഡിംഗ് പ്രോപ്പർട്ടീസ്. അതാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്ന സെക്ഷൻ ആണല്ലോ. അതിനുശേഷം ഈ ടെക്സ്റ്റുവൽ കണ്ടന്റ് മാത്രം നമ്മൾ എവിടെ ജനറേറ്റ് ചെയ്താൽ മതി, നമ്മളുടെ ബോഡിക്കകത്ത് കൊടുത്താൽ മതി. സ്റ്റൈലിംഗ് ഫുള്ള് ഹെഡിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഡിവിനകത്തോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫിനകത്തോ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഗ്മെൻറ്റ് നമുക്ക് എഴുതാനുള്ള ഒരു വലിയ കോഡിനെ, വലിയൊരു ടെക്സ്റ്റുവൽ കണ്ടന്റിനെ നമ്മൾ എപ്പോഴും കൊടുക്കാം. ഒന്നുകിൽ ഡിവിഷനകത്ത് കൊടുക്കും അല്ലെങ്കിൽ പാരഗ്രാഫിനകത്ത് കൊടുക്കും. സോ ഡിവിൽ ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് അങ്ങനെ തന്നെ നമ്മൾ എഴുതി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആക്ച്വൽ ടെക്സ്റ്റുവൽ കണ്ടന്റ്. അത് കഴിഞ്ഞ് നമ്മൾ ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിനി മാനേജ് ചെയ്യാനുള്ളത് ആരെയാണ് നോക്കിക്കുക. ഇവിടെ 2 കണ്ടൻറ്റാണ് ഉള്ളത്, 2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. HTMLൻ്റെ 2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. ഏതൊക്കെ HTML എലമെൻറ്റ്സാണ് ഉള്ളത്, ഒരു ഹെഡിങ്ങും ഉണ്ട്, പിന്നെ ഒരു ഡിവിഷൻ, ഒരു സെക്ഷനും, ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ ഡിവിഷനും ഹെഡിങ്ങുമാണ് വിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് രണ്ടിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റൈൽ ചെയ്യേണ്ടത്. നോക്കിക്കേ, ഹെഡിങ്ങിനകത്ത് എന്തെങ്കിലും സ്റ്റൈലിങ്ങിൻ്റെ ആവശ്യമായിട്ടുണ്ടോ, ഹെഡിങ്ങിനകത്ത് ഒരു പ്രോപ്പർട്ടീസും ഇല്ല. നോർമൽ അലൈൻമെൻ്റ് ആണ്, നോർമൽ ഫോണ്ടാണ്, നോർമൽ ടെക്സ്റ്റാണ്, നോർമൽ കളറാണ്, ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമുക്ക് ഫുൾ പരിപാടി നടത്തേണ്ട എവിടെയാണ്, ഈ ഒരു രണ്ടാമത്തെ സെഗ്മെൻറ്റ്, ഈ ഡിവിഷനകത്ത് കൊടുത്തേക്കുന്ന കണ്ടൻറ്റിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റൈൽ ചെയ്യേണ്ടത് ആണല്ലോ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, എവിടെ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സെഗ്മെൻറ്റ് എന്താണ്, ഹെഡ് പോർഷനാണ്. അപ്പോൾ ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകാമെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു, സ്റ്റൈൽ ചെയ്തു. ഇപ്പോൾ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഞാൻ കൊടുത്തേക്കുന്നത് എന്താണ്, ഡിവ് എന്ന് കൊടുത്തു. റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിനകത്താണ് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ട കണ്ടന്റ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മളിവിടെ എന്ത് കൊടുത്തു, ഡിവ് എന്ന് പറഞ്ഞു കൊടുത്തു. സോ ഡിവിനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും, ഡിവ് എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. ഇവിടെയാണ് നമ്മൾ സ്റ്റൈലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ സ്റ്റൈലിനുള്ളിൽ ഏത് സെഗ്മെൻ്റ് ആണോ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുക. സപ്പോസ് നമ്മളൊരു പാരഗ്രാഫിനകത്താണ് കൊടുത്തിരുന്നതെങ്കിൽ P എന്ന് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു കേളി ബ്രാക്കറ്റിനകത്തായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്റ്റൈൽ പ്രോപ്പർട്ടീസും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും കാണുന്നത് എന്താണ്, ഇവിടെ ഒരു ബോർഡർ ലൈൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബോർഡർ കൊടുത്തു. ബോർഡർ 1 പിക്സലാണ്, ഒരു സോളിഡ് ബ്ലാക്ക്. അങ്ങനെ നിങ്ങൾക്കൊന്നും ഓർമ്മയില്ലെങ്കിൽ ബോർഡറിൻ്റെ വാല്യൂ കൊടുക്കുക. ബോർഡർ വന്നിട്ടുണ്ട്, ബോർഡർ എത്രയാണ്, ഒരു 1 പിക്സൽ എന്ന് പറയുമ്പോഴേക്കും ഒരു ഔട്ട്ലൈൻ ബോർഡർ വരും. അത്രമാത്രം ഓർത്തിരുന്നാൽ മതി, അതൊരു സ്റ്റൈലാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നോക്കിക്കേ, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ, അതായത് ഈ ഒരു ഡിവിനകത്താണ് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടത്. ബോഡി ഫുള്ള് വന്നിട്ടുണ്ടോ, ബോഡി ഫുള്ള് നമ്മൾ ഈ കളർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനെയും കവർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തേനെ, കളർ വന്നിട്ടുണ്ടായിരുന്നെ. പക്ഷേ ഇവിടെ മാത്രം വന്നിരിക്കുന്നത് ഡിവിനകത്തുള്ള കണ്ടൻറ്റ് മാത്രമാണ് ഒരു കളറിനകത്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യുന്നത്. സോ ബാക്ക്ഗ്രൗണ്ട് -color. എന്താ കളർ കൊടുത്തേക്കുന്നത്, കളറിൻ്റെ വാല്യൂ എന്താണ്, ലൈറ്റ് ബ്ലൂ.
ലൈറ്റ് ബ്ലൂ അത് എഴുതി കൊടുത്തു. അത് ഒരു സ്റ്റൈലാണ്. ഇനി നമ്മളെന്താ ചെയ്തിരിക്കുന്നത്, പാഡ് ചെയ്യേണ്ട വാല്യൂസൊക്കെ അവർ ആ ക്വസ്റ്റിനകത്ത് പറഞ്ഞു തരും. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അവർ പറയുമ്പം അതിനകത്തുള്ള വാല്യൂസ് നോക്കി കൊടുക്കുക. പാഡിങ് ലെഫ്റ്റ് എത്രയാണ്, പാഡിങ് റൈറ്റ് എത്രയാണ്, പാഡിങ് ബോട്ടം ടോപ്പ് എത്രയാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ നോക്കി, പാഡിങ് ടോപ്പ് 50 പിക്സലാണ്, അത് കോളം കൊടുത്തു. പാഡിങ് റൈറ്റ് 30 പിക്സലാണ്, പാഡിങ് ബോട്ടം 50 പിക്സലാണ്, പാഡിങ് ലെഫ്റ്റ് 80 പിക്സലാണ്. അപ്പോൾ പാഡിങ് ഡയമെൻഷൻസ് എല്ലാം ക്വസ്റ്റിനകത്ത് തരും. അത് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. ഓരോ വാല്യൂസ് സെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, സെമിക്കോളം കൊടുത്ത് ടെർമിനേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സ്റ്റൈല് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൈലിൻ്റെ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ടാഗിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡിങ് ടാഗ്. ഓക്കെ, സോ സ്റ്റൈല് നമ്മൾ എൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹെഡിലേക്ക് നമ്മൾ ക്ലോസ് ചെയ്തു, ഹെഡ് പോർഷൻ ക്ലോസ് ചെയ്തു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ സ്റ്റൈൽ ചെയ്തേക്കുന്ന എവിടെയാണ്, ഹെഡിനകത്താണ്. ഇതൊരു ഇൻലൈൻ ആയിട്ടുള്ള CSS ആണോ? അല്ല, ഇൻറ്റേർണൽ CSS ആണ്. ഇതെന്താണ്, ഒരു ഇൻറ്റേർണൽ CSS ആണ്. ഓക്കെ, ഇതൊരു എക്സ്റ്റേണൽ CSS ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു, നമ്മൾ ഈ ഹെഡിൻ്റെ പോർഷനകത്ത് ഇതിനെ നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിങ്ക് പോർഷൻ കൊടുത്തിട്ട് അതിനെ നമ്മൾ റെഫർ ചെയ്ത് href വഴി ആ ഒരു പേജിലോട്ട് പോകും. ആ പേജിനകത്ത് മാത്രം നമ്മൾ ഈ ഡിഫ് പോർഷൻ മുതൽ എഴുതിയിരുന്നാൽ മതി, സ്റ്റൈൽ ചെയ്യുന്ന സെക്ഷൻ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് പാഡിങ് എന്ന് പറയുന്നത്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത വേറൊരു സെക്ഷനാണ് മാർജിൻ. മാർജിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ മാർജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഇതൊരു പേപ്പറാണെന്ന് വിചാരിക്കുക. ആ പേപ്പറിനകത്ത് മാർജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, പേപ്പറിൻ്റെ ഏറ്റവും ലെഫ്റ്റ് കോർണറിൽ നിന്നൊരു വര, റൈറ്റിൽ നമ്മൾ മാർജിൻ ചെയ്യണമെങ്കിൽ റൈറ്റ് കോർണറിൽ നിന്നൊരു വര, അതേപോലെ തന്നെ ടോപ്പിൽ മാർജിൻ ചെയ്യണമെങ്കിൽ ടോപ്പിൽ നിന്നൊരു വര, ബോട്ടത്തിൽ മാർജിൻ ചെയ്യണമെങ്കിൽ ബോട്ടത്തിൽ നിന്നൊരു വര. അപ്പോൾ എപ്പോഴും മാർജിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എൻ്റയർ സ്ക്രീനിൻ്റെ എല്ലാ എഡ്ജുമായിട്ടായിരിക്കും നമ്മൾ മാർജിൻ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ ആണെങ്കിൽ ഇപ്പോൾ എനിക്ക് സെൻറ്ററിൽ വരണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം, ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം, ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം, ഇവിടുന്ന് ഒരു ഡിസ്റ്റൻസ് കൊടുക്കണം, വേണ്ടേ. അപ്പം മാർജിൻ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാം, ടോപ്പിൽ നിന്ന് മാർജിൻ ചെയ്യാം, റൈറ്റിൽ നിന്നും ബോട്ടത്തിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും ഒക്കെ നമ്മൾ മാർജിൻ ചെയ്യാം. പാഡിങ് ലെഫ്റ്റ്, പാഡിങ് റൈറ്റ്, പാഡിങ് ടോപ്പ്, പാഡിങ് ബോട്ടം കൊടുത്ത പോലെ തന്നെയാണ് മാർജിന് നമുക്ക് ടോപ്പുണ്ട്, ബോട്ടമുണ്ട്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഡയമെൻഷൻ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിളാണ്, മാർജിൻ്റെ എക്സാമ്പിളാണ്. നോക്കി, ഈ ഒരു കണ്ടൻറ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഒരു സ്പേസിൽ നിന്ന് മാർജിനേറ്റ് ചെയ്യണം. അതിന് നമ്മളൊരു മാർജിൻ സ്പേസിൽ വേണം ഈ ഒരു കണ്ടൻറ്റിനെ നമുക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മാർജിൻ സെറ്റ് ചെയ്യും. മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസിങ് അലോക്കേറ്റ് ചെയ്യുന്നതാണ്, പാഡിങ്ങുമായിട്ട് ബന്ധം കൊടുക്കരുത്. ഇത് മാർജിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നമ്മുടെ എൻ്റയർ സ്ക്രീനിനകത്തുനിന്ന് നമുക്ക് വേണ്ട കണ്ടൻറ്റിനെ നമ്മൾ ആ പർട്ടിക്കുലർ മാർജിൻ. ഇനി നമുക്ക് ഈ മാർജിൻ്റെ എക്സാമ്പിൾ നോക്കാം. മാർജിൻ നോക്കുന്ന സമയത്ത് നമ്മളൊരു ഹെഡിങ് കാണും, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലിങ്ങും ചെയ്തിട്ടില്ല. എഗെയിൻ നമ്മളൊരു സെക്ഷൻ ഓഫ് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ഡിവിഷനകത്ത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബോക്സിനകത്തായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് വേണം, ബോർഡർ വേണം. ഓക്കെ, ബോർഡർ ഒരു 1 പിക്സലിൽ നമുക്ക് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ കൊടുത്തേക്കുന്ന ഡേറ്റ എന്താണ്, അലൈൻഡ് ആണ് അല്ലേ. നമ്മുടെ ശരിക്കുമുള്ള സ്ക്രീനിൻ്റെ സർഫസുമായിട്ട് കുറച്ച് സ്പേസ് അലൈൻമെൻറ്റ് എല്ലാ കോർണറിൽ നിന്നും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മാർജിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ മാർജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൈലിങ്ങിൽ പോയിട്ട് ബോർഡർ 1 പിക്സൽ കൊടുത്തു, പിന്നെ മാർജിൻ ടോപ്പിൽ നിന്ന് 100 പിക്സൽ കൊടുത്തു, ബോട്ടത്തിൽ നിന്ന് 100 പിക്സൽ കൊടുത്തു, ലെഫ്റ്റിൽ നിന്നൊരു 150 കൊടുത്തു, ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്നൊരു റൈറ്റിൽ നിന്ന് 150യും ലെഫ്റ്റിൽ നിന്ന് ഒരു 80 പിക്സലും കൊടുത്തു. പിന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ ഡിവിഷനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കളർ കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണ്, ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റ് ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർജിൻ കൊടുത്തു. മാർജിൻ കൊടുക്കുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട, പാഡിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കോർണറിൽ നിന്ന് ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീനെങ്കിൽ ആ ഒരു സ്ക്രീനിൻ്റെ ഓരോ എൻഡിൽ നിന്നുമുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പാഡിങ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ബ്ലോക്കിനെ എവിടെ നമ്മൾ പൊസിഷൻ ചെയ്യണം, അതിന് നമ്മൾ എവിടെ നമ്മൾ സ്പേസ് ചെയ്യണം, എവിടെ നമ്മളതിനെ ഡിസ്പ്ലേ ചെയ്യിക്കണം, ആ ഒരു കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻസ് ആണ് മാർജിനകത്ത് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനും പാഡിങ്ങും തമ്മിൽ മാറിപ്പോരുത്, അവർ പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ക്വസ്റ്റിനകത്ത് അവർ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടാവും കേട്ടോ.